Hello students, welcome back to Bosco Campus Vision. In the previous sessions we were discussing about Dow theory. So now we will move on to another important theory under technical analysis, that is Elliott wave theory. So there are many theories which seeks to explain the behavior of the stock market. One such theory in technical analysis is the wave theory. Wave theory was formulated by Ralph Elliott, so known as the Elliott wave theory. The theory was formulated in 1934 by Elliott after analyzing 75 years of stock price movements and charts. From his studies, he concluded that the market movement was quite orderly and followed a pattern of waves. സോ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബിഹേവിയർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒത്തിരി തിയറികൾ ഉണ്ട്. അതിൽ ടെക്നിക്കൽ അനാലിസിസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ് വേവ് തിയറി എന്ന് പറയുന്നത്. 1934 റാൾഫ് ഏലിയറ്റ് ആണ് ഈ ഒരു തിയറി ഫോർമുലേറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഏലിയറ്റ്സ് വേവ് തിയറി എന്ന് പറയുന്നത്. സോ 75 വർഷത്തെ പ്രൈസ് മൂവ്മെൻറ്റ്സും ചാർട്ട്സും ഒക്കെ അനലൈസ് ചെയ്തിട്ടാണ് ഏലിയറ്റ് ഈ ഒരു വേവ് തിയറി ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു സ്റ്റഡിയിൽ നിന്നും അദ്ദേഹം കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് മൂവ്മെൻറ്റ് ഒരു പ്രോപ്പർ ഓർഡർ ഫോമിലാണ്, ഒരു പാറ്റേൺ ഓഫ് വേവ്സിൻ്റെ ഫോർമാറ്റിലാണ് മാർക്കറ്റിലെ മൂവ്മെൻറ്റ്സ് നടക്കുന്നത്. So what do we mean by a wave? A wave is a movement of the market price from one change in the direction to the next change in the same direction. So wave എന്താണെന്ന് നമുക്കറിയാം, തിരമാലകളാണ്. അത് സെയിം ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുന്നത്, പക്ഷേ ഒരു ലെവലിൽ നിന്നും മറ്റൊരു ലെവലിലേക്കാണ് അത് മൂവ് ചെയ്യുന്നത്. അപ്വേർഡ് ട്രെൻഡ് ആണെങ്കിൽ അപ്വേർഡ് ട്രെൻഡിൽ തന്നെ ആയിരിക്കും മൂവ് ചെയ്യുന്നത്, പക്ഷേ അതിൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. And waves are the result of buying and selling impulses emerging from the demand and supply pressure on the market. സോ ഈ വേവ്സ് എങ്ങനെയാണ് ഒക്കർ ചെയ്യുന്നത്? ബൈയിങ്ങും സെല്ലിങ് ഇമ്പൾസിൽ നിന്നാണ്. സോ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഡിമാൻഡിൻ്റെയും സപ്ലൈയുടെയും പ്രഷറിൽ നിന്നും ബൈയിങ്ങും സെല്ലിങ്ങും ഒക്കർ ചെയ്യും. ആ ബൈയിങ് സെല്ലിങ് ഇമ്പൾസിൽ നിന്നാണ് വേവ്സും ഫോം ചെയ്യുന്നത്. സോ ഇതാണ് വേവ്സ് എന്ന് പറയുന്നത്. സോ ഒരു പർട്ടിക്കുലർ പാറ്റേൺ ഓഫ് വേവ്സിൻ്റെ മൂവ്മെൻറ്റിലാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് എന്നാണ് ഏലിയറ്റ് വേവ് തിയറിയിൽ പറയുന്നത്. സോ ദിസ് ഇസ് അബൌട്ട് എ ബേസിക് ഇൻട്രൊഡക്ഷൻ ടു ഏലിയറ്റ് വേവ് തിയറി. So according to the theory, the market moves in waves. A movement in a particular direction can be represented by 5 distinct waves. സോ നമുക്ക് ഈ ഡയഗ്രാം നോക്കിയാൽ മനസ്സിലാകും, ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്, പക്ഷേ 5 ഡിസ്റ്റിങ്ക്റ്റ് വേവ്സ് ആണ് അതിനുള്ളത്. ആൻഡ് ഓഫ് ദീസ് 5 വേവ്സ് 3 വേവ്സ് ആർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ മൂവ്മെൻറ്റ് ആൻഡ് ആർ ടേംഡ് ആസ് ഇമ്പൾസ് വേവ്സ്. 2 waves are against the direction of the movement and are termed as corrective waves or reaction waves. സോ ടോട്ടൽ 5 വേവ്സിൽ 3 വേവ്സ് ആ മൂവ്മെൻറ്റിൻ്റെ അതേ ഡയറക്ഷനിലാണ് പോകുന്നത്. സോ സെയിം ഡയറക്ഷനിൽ പോകുന്ന വേവ്സിനെ ഇമ്പൾസീവ് വേവ്സ് എന്നാണ് പറയുന്നത്. അതുപോലെ മൂവ്മെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്ന വേവ്സിനെ കറക്റ്റീവ് വേവ്സ് അല്ലെങ്കിൽ റിയാക്ഷൻ വേവ്സ് എന്നാണ് പറയുന്നത്. സോ ടോട്ടൽ 5 വേവ്സ് ആണ്. അതിൽ 3 എണ്ണം ഇമ്പൾസ് വേവ്സും 2 എണ്ണം കറക്റ്റീവ് വേവ്സ് അല്ലെങ്കിൽ റിയാക്ഷൻ വേവ്സ് എന്നാണ് പറയുന്നത്. സോ ഇവിടെ നമ്പറിങ് കൊടുത്തിട്ടുണ്ട്. അതിൽ 1, 3 ആൻഡ് 5 ആണ് ഇമ്പൾസീവ് വേവ്സ് എന്ന് പറയുന്നത്. അതുപോലെ 2ഉം 4ഉം ആണ് കറക്റ്റീവ് വേവ്സ് എന്ന് നമ്മൾ പറയുന്നത്. സോ 1 എന്ന് പറഞ്ഞ ഇമ്പൾസ് വേവിനെ കറക്റ്റ് ചെയ്തുകൊണ്ടാണ് 2 ഒക്കർ ചെയ്യുന്നത്. 2 എന്ന് പറഞ്ഞ കറക്റ്റീവ് വേവിനെ ഡീവിയേറ്റ് ചെയ്തുകൊണ്ടാണ് 3 എന്ന് പറഞ്ഞ ഇമ്പൾസ് വേവ് ഒക്കർ ചെയ്യുന്നത്. 3യെ കറക്റ്റ് ചെയ്തുകൊണ്ട് 4ഉം 4ൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് 5ഉം ഒക്കർ ചെയ്യുന്നു. So correction involve correcting the earlier rise. After the completion of wave 5, there would come a correction which would be labeled as ABC. സോ നമ്മൾ പറഞ്ഞു, റൈസ് ചെയ്യുന്ന ഒരു ഇമ്പൾസ് വേവിനെ കറക്റ്റ് ചെയ്തുകൊണ്ടാണ് കറക്റ്റീവ് വേവ്സ് ഒക്കർ ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ കറക്ഷൻസ് എന്ന് പറയുന്നത്. സോ ഈ 5 വേവും ഒക്കർ ചെയ്തതിന് ശേഷം അവസാനം ഒരു ABC എന്ന് പറഞ്ഞൊരു കറക്ഷൻ വേവ്സ് ഫോം ചെയ്യും. സോ 5th വേവിന് ശേഷം കറക്ഷൻ വേവായിട്ട് ഒരു ABC എന്ന് പറഞ്ഞ വേവ്സ് ഫോം ചെയ്യും. ആൻഡ് ദ AC കറക്ഷൻ ഫോളോയിങ് ദ 5th വേവ് വുഡ് കറക്റ്റ് ദ എൻറ്റയർ റൈസ് ഫ്രം ദ സ്റ്റാർട്ട് ഓഫ് വേവ് 1 ടു ദ എൻഡ് ഓഫ് ദ 5th വേവ്. സോ 1 to 5 വരെ മുകളിലോട്ടും താഴോട്ടും ആയിട്ട് വേവ്സ് ഒക്കർ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ഡയറക്ഷനിലായിരുന്നു ഇതെല്ലാം പോയിക്കൊണ്ടിരുന്നത്. സോ ഈ AC വേവ്സ് ഒക്കർ ചെയ്യുന്നത് വഴി വേവ് 1 തൊട്ടുള്ള എൻറ്റയർ റൈസാണ് കറക്റ്റ് ചെയ്യപ്പെടുന്നത്. നേരത്തെ കറക്റ്റീവ് വേവ്സ് ഓരോ ഇമ്പൾസ് വേവ്സിനെ ആയിരുന്നു കറക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്, പക്ഷേ ഇവിടെ AC വേവ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വേവ് മുതലുള്ള എൻറ്റയർ റൈസിനെ കറക്റ്റ് ചെയ്താണ് പോകുന്നത്. സോ വൺ കംപ്ലീറ്റ് സൈക്കിൾ കൺസിസ്റ്റ് ഓഫ് വേവ്സ് മെയ്ഡ് അപ്പ് ഓഫ് ബുള്ളിഷ് ആൻഡ് ബെയറിഷ് ഫേസസ്. വൺസ് ദ ഫുൾ സൈക്കിൾ ഓഫ് വേവ്സ് ഇസ് കംപ്ലീറ്റഡ് ആഫ്റ്റർ ദ ടെർമിനേഷൻ ഓഫ് ദ 8th വേവ് മൂവ്മെൻറ്റ്,
there will be a fresh cycle starting with similar impulse arising out of the market. സോ ഈ ഫസ്റ്റ് വേവ് മുതൽ 8th വേവ് വരെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്, അതായത് ബുള്ളിഷും ബെയറിഷും ഫേസസ് ഉണ്ട്. പക്ഷേ 8th വേവിന് ശേഷം ആ സൈക്കിൾ അവിടെ കംപ്ലീറ്റ് ആവുകയാണ്. പിന്നീട് ഒരു പുതിയ ഡയറക്ഷനിലേക്ക് ഒരു പുതിയ സൈക്കിൾ ഫോർമുലേറ്റ് ചെയ്യുകയാണ്. സോ എലീറ്റ് വേവ് തിയറിയിൽ പറയുന്നത് ഇത്രയാണ്: മാർക്കറ്റ് ഒരു പർട്ടിക്കുലർ ഓർഡറിലാണ് മൂവ് ചെയ്യുന്നത്. സോ 8 ഡിഫറെൻറ്റ് വേവ്സ് അടങ്ങിയ ഒരു സൈക്കിളാണ് ഒരു പർട്ടിക്കുലർ മാർക്കറ്റ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയതിനു ശേഷം വേറെ പുതിയൊരു സൈക്കിൾ ഫോർമുലേറ്റ് ചെയ്യും. അതിലും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും, അതായത് ബുള്ളിഷും ബെയറിഷ് ഫേസസ് ഉണ്ടാവും. അതിലും 8 വേവ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ അതൊരു പർട്ടിക്കുലർ സൈക്കിൾ ബ്രേക്ക് ഔട്ട് ചെയ്യും. സോ ഇങ്ങനെയാണ് ഒരു മാർക്കറ്റ് മൂവ്മെൻറ്റിനെ എലിയറ്റ് വേവ് തിയറിയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. The Elliott wave theory is based on the principle that action is followed by a reaction. Although the wave theory is not perfect and there are many limitations in its practical use, it is accepted as one of the tools of technical analysis. The theory is used for predicting the future price changes and in deciding the timing of investment. So Elliott wave theory formulate ചെയ്തിരിക്കുന്ന ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ടു എവരി ആക്ഷൻ ദർ ഇസ് എ റിയാക്ഷൻ എന്നാണ്. സോ ഒരു ഇമ്പൾസ് വേവ് ഉണ്ടാകുമ്പോൾ അതിനെ കറക്റ്റ് ചെയ്തുകൊണ്ട് ഒരു റിയാക്ഷൻ വേവ് അവിടെ ഉണ്ടാകും. അങ്ങനെ ഒരു 5 വേവ്സ് അവിടെ ഒക്കർ ചെയ്തിരുന്നു. അതിനുശേഷം എൻ്റയർ റൈസിനെ കറക്റ്റ് ചെയ്തുകൊണ്ട് ABC ലേബിളിൽ ഒരു വേവ് അവിടെ ഒക്കറാവും. സോ പ്രാക്ടിക്കൽ യൂസിൽ ഒത്തിരി ലിമിറ്റേഷൻസും ഒരു ഇൻപെർഫെക്റ്റ് മെത്തേഡായിട്ടാണ് പലരും കാണുന്നെങ്കിലും ടെക്നിക്കൽ അനാലിസിസിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ടൂളായിട്ട് തന്നെയാണ് എലിയറ്റ് വേവ് തിയറി നിലനിൽക്കുന്നത്. സോ ഈ പാറ്റേണിൻ്റെ ബേസിസിലൊക്കെ ഫ്യൂച്ചർ പ്രൈസ് ചേഞ്ചസ് ഒക്കെ പ്രഡിക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ വേവ്സിൻ്റെ റൈസും ഫോളും ഒക്കെ അനലൈസ് ചെയ്തുകൊണ്ട് സ്യൂട്ടബിൾ ഇൻവെസ്റ്റ്മെൻറ്റ് ടൈമിംഗ് ഡിസൈഡ് ചെയ്യാനായിട്ടും എലിയറ്റ് വേവ് തിയറി സഹായിക്കും. So because of all these benefits and uses, Elliott wave theory is considered to be an important tool in technical analysis. So in this session, we discussed about the Elliott wave theory, which was formulated by Ralph Elliott in the year 1934. Hope all are clear with the topic. Thank you.